ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ രശ്മീസ് വേൾഡ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും വലിയൊരു ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യണേ. ഇതിപ്പോൾ നേരത്തെ അടുക്കളയിലേക്ക് പോയി. ഞാൻ കുളിക്കുന്നതിന് മുൻപായിട്ട് തന്നെ വേവിക്കാനുള്ള സാധനങ്ങളൊക്കെ, അരിയാണെങ്കിലും അതുപോലെ മറ്റുള്ള കഷ്ണങ്ങളൊക്കെ ആണെങ്കിലും അതൊക്കെ ഞാൻ വേവിച്ച് വെച്ചിട്ടാണ് പുടപ്പി. അപ്പോൾ പിന്നെ അതിൻ്റെ എയർ പോയി തീരുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് അല്ലറ ചില്ലറ ഇങ്ങനെ കുളിക്കാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ ടൈമുണ്ടല്ലോ. വേഗം വന്നിട്ട് പിന്നെ ചോറും കറിയൊക്കെ, ചോറ് ഊറ്റലും കറി വയ്ക്കലും പിന്നെ ചായയൊക്കെ ഞാൻ ഓൾറെഡി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് പിന്നെ ഹസ്ബൻഡ് എണീറ്റ് വന്നു. ഇതാണ് ഹസ്ബൻഡ്. അപ്പോൾ ഹസ്ബൻഡിനോട് ഞാൻ ഉറക്കപ്പിച്ചിലേ പറയും, ടാറ്റയൊക്കെ കൊടുക്ക്, ഹായ് പറയുന്നൊക്കെ. അങ്ങനെ അപ്പോൾ ആൾ എണീറ്റ് കഴിഞ്ഞാൽ ആൾക്ക് ചായ കിട്ടണം, പാൽ ചായ തന്നെ കിട്ടണം. അപ്പോൾ ഞാനതൊക്കെ ഇട്ട് കൊടുക്കാം. മധുരം ഞങ്ങൾ ഇട്ടിട്ടല്ല ഓൾറെഡി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ എക്സ്ട്രാ കുടിക്കുന്ന നേരത്ത് മധുരം ഇടുക ആണ് ചെയ്യണത്. അപ്പം അങ്ങനെയൊക്കെ ചായ എടുത്ത് കൊടുക്കണം കേട്ടോ. അവിടുന്ന് പിന്നെ വീണ്ടും അടുക്കളയിലേക്ക് പോയിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ പിന്നെ മോനെ വിളിക്കും. ഒരു 8:30 ആയതിന് ശേഷമാണ് അവനാണെങ്കിൽ ഇന്ന് നല്ല മടിയായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. കരഞ്ഞിട്ടാണ് അവൻ എണീറ്റത്. അപ്പോൾ ഞാൻ അവനെ ബാത്റൂമിൽ കൊണ്ടിരുത്തിയിട്ട് ഞാൻ ചെറിയ ആൾക്ക് വന്നിട്ട് ചായ കൊടുക്കുകയാണ്. അവൾ ഇതുപോലെ രാവിലെ ചായ കുടിക്കുന്ന, അതും പാൽ ചായ ഒക്കെ കുടിക്കുന്ന കൂട്ടത്തിലാണ്. രണ്ടാളും മോൻക്കും കൊടുക്കാറുണ്ട്. പിന്നെ അവളുടെ ആ ഒരു തിരക്കൊക്കെ കഴിഞ്ഞപ്പം ഫ്രീ ആയപ്പോൾ പിന്നെ രണ്ടുപേർക്കും ഫുഡ്, മോനിക്കാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും കൊണ്ടുപോകാനുള്ള ഫുഡ് ആക്കുകയാണ്. പിന്നെ മോനിക്കാണെങ്കിൽ പ്ലേറ്റ് വെച്ച് കൊടുത്താൽ മതി, സ്കൂളിൽ നിന്ന് തന്നെ ചോറ് കിട്ടും. പിന്നെ പപ്പടം അവന് വേണം. ഞാനൊരു 1.5 പപ്പടം വീട്ടിൽ നിന്ന് കൊടുത്തയക്കാറുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്, ചോറ് കംപ്ലീറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. മോൻ്റെ പരിപാടികളൊക്കെ കുളിയും പല്ല് തേപ്പും ബാത്റൂമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവനെ യൂണിഫോമൊക്കെ ഇടിയിച്ചു. അങ്ങനെ അവന് രാവിലെ തന്നെ ചോറാണ് കൊടുക്കുന്നത്. വേറെ എന്ത് കൊടുത്താലും അവൻ കഴിക്കില്ല, ചോറ് മാത്രമേ അവൻ കഴിക്കുള്ളൂ. അങ്ങനെ ചോറ് വാരി കൊടുക്കുകയാണ് വേഗം കഴിയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ പോയി പിന്നെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിലേക്ക് അവനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആവണം കേട്ടോ. വെറുതെ ഒന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് അതിൻ്റെ ഇടയിൽ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയും വഴക്കുമായിട്ട് ഇടയ്ക്ക് അവരെ പോയിട്ട് നോക്കുന്നുണ്ട്, ഓരോന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് ഒരുങ്ങണം. അങ്ങനെ അപ്പോൾ ചെറുതിന് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടനെ കൊണ്ടാക്കേണ്ട കാര്യം മാത്രമല്ല, പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളെയും കൊണ്ട് പോവുണ്ടോ. അവൻ ചെരുപ്പെടുക്കണ കണ്ടപ്പോൾ കണ്ടില്ലേ, ചെറുത് പോയിട്ട് അവളുടെ ചെരുപ്പൊക്കെ എടുത്തിട്ട് വരികയാണ്. എൻ്റെ അടുത്തേക്ക് വരും ഇതിട്ട് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട്. അങ്ങനെ മോനും ചെരുപ്പൊക്കെ ഇടാണ് കേട്ടോ. പക്ഷെ അവന് നല്ല മടിയിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ അവനിങ്ങനെ വയറിങ്ങനെ പിടിച്ച് കരയണില്ലേ, അത് അമ്മ എനിക്ക് വയറ് വേദന എടുക്കുന്നുണ്ടെന്ന് പറയാം. പോവാതിരിക്കാനുള്ള ഓരോ കാര്യങ്ങൾ പറയുകയാണ്. അതിപ്പോൾ ഒരു വലിയ ലോങ് ലീവ് കഴിഞ്ഞിട്ട്, ഒരാഴ്ചത്തോളം ലീവ്, മഴ കാരണമുള്ള ലീവ് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകണതിൻ്റെ ഒരു മടിയാണ് ഈ കാണിക്കണം. പിന്നെ ആളങ്ങോട്ട് ഉഷാറായി. സ്കൂളിൽ പോയപ്പോഴും ഒന്ന് തട്ടിത്തടഞ്ഞ് നിന്നു എന്ന് മാത്രം. നമുക്കാണെങ്കിൽ സ്കൂള് തൊട്ടടുത്താണ്. ഞങ്ങൾ ആ വീടിൻ്റെ അവിടെ നിന്നുള്ള റോഡിലേക്ക്, മെയിൻ റോഡിലേക്ക് കയറി ജസ്റ്റ് ഒന്ന് 1 മിനിറ്റൊന്നും വേണ്ട സ്കൂളിലേക്ക് എത്താൻ. അതിനപ്പോഴേക്കും പിന്നെ അവൻ്റെ സ്കൂളെത്തി. അയ്യോ പൊക്കോളാൻ പറയൂ അമ്മോട്, അടക്ക്. അപ്പോൾ അവൻ പറയായിരുന്നു എന്നോട്, അസംബ്ലി ആവുന്നത് വരെ അവിടെ നിൽക്കണം, പെട്ടെന്ന് പോയി കളയരുത്, അസംബ്ലി ആവുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞോളാം പൊക്കോളാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കേണ്ട. കണ്ട ആ പിള്ളേരുടെ കൂട്ടത്തിലൊന്നും കൂടാണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ തട്ടിത്തടഞ്ഞ് നിൽക്കുകയാണ് ആൾ. ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് ബിൽഡപ്പ് ആക്കണ്ട കേട്ടോ. അടിപൊളിയാക്കണം, നല്ല കുട്ടിയായിട്ടിരിക്കണം, ഹാപ്പി അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അവൻ്റെ മൂഡ് മാറ്റിയെടുക്കുകയാണ് ഞാൻ.
അപ്പോൾ ഈ അസംബ്ലിക്ക് ആയപ്പോഴേക്കും അവൻ ടാറ്റയൊക്കെ തന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും അവിടെ നിന്ന് പോന്നു. ഇനി അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മൾ മോൾക്ക് ഭക്ഷണം കൊടുക്കണം. അവൾ രാവിലെ തന്നെ കൂടുതലും കുറുക്കാണ് കഴിക്കണേ. ബ്രേക്ക്ഫാസ്റ്റ് ഈ പറഞ്ഞ പോലെ നമ്മളാരെങ്കിലും തിന്നുന്ന നേരത്ത് കൊടുക്കുകയാണെങ്കിൽ 1-2 പീസ് എങ്ങനെ കഴിക്കുമെന്ന് മാത്രമല്ല, കാര്യമായിട്ട് കഴിക്കില്ല. പിന്നെ അവളുടെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരുന്നൊരു ഭക്ഷണം കഴിച്ചൊരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഉറങ്ങേണ്ട ടൈമായി. പിന്നെ ഇങ്ങനെ പാല് കുടിച്ച് അവൾ ഉറങ്ങി. ഞാൻ അവൾക്ക് കണ്ണെഴുതുക, പൊട്ട് കുത്തുക, ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ആളെങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത പരിപാടികൾ. പിന്നൊരു കാര്യം, ഇതിൻ്റെ ഇടയിൽ ഞാൻ മോനെ കൊണ്ടാക്കി വരുന്നതിൻ്റെ ഉള്ളിൽ ഹസ്ബൻഡ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ എനിക്ക് ഹസ്ബൻഡ് പോകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, സോറി. അപ്പോൾ ഇപ്പം ഞാനും മോള് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ മോളെ അവിടെ ഉറക്കിക്കെടുത്തിയിട്ട് വന്നേക്കാണ്. പിന്നെ അത് നമ്മൾ ഈ ബാക്ക് സൈഡിലായിട്ട് ഈ കാണുന്നില്ല, ഈ വൈറ്റ് കാണുന്നതാണ്, ഈ ചെടികൾക്കിടയിൽ ഒരു വൈറ്റ് പോർഷൻ കാണാമല്ലോ, അതാണ് നമ്മുടെ മോൻ്റെ സ്കൂള്. അപ്പോൾ ഇത്രയും തൊട്ടടുത്താണ്. ഇപ്പോൾ അവന് ഈ മുറ്റത്തൊക്കെ ഓടിക്കളിക്കുകയാണെങ്കിൽ ഇവർക്ക് ഈ സൈഡിലായിട്ടാണ് ബാത്റൂമൊക്കെ വരുന്നത്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഓടുന്നതൊക്കെ കാണാം. പിന്നെ ഇതൊക്കെ അല്ലറ ചില്ലറ ഓരോ ഷോപ്പിൻ്റെ ഒക്കെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. പിന്നെ അങ്ങനെ ഇപ്പോൾ ഇവിടെയൊന്നും അങ്ങനെ ആൾ താമസമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അത് ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് ഫുള്ള് വീടുകളുള്ളത്. പിന്നെ ഞാൻ തിരുമ്പാനായിട്ട് വന്നു. കുട്ടികളുടെ ഡ്രസ്സും ഞങ്ങളിട്ട് ഈ ഒരു ദിവസത്തെ ഡ്രസ്സ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് പെട്ടെന്ന് അങ്ങോട്ട് തിരുമ്പി ഇടാം, എന്തായാലും ഫ്രീ ആയിട്ട് ഇരിക്കില്ലേ എന്ന് കരുതി അങ്ങനെ അതൊക്കെ വന്ന് തിരുമ്പി ഇടാൻ കേട്ടോ. വന്ന് അമ്മ വിളിച്ചിട്ടല്ലേ ഉച്ചോ അമ്മേനെ കണ്ടില്ലേ അവിടെ? അമ്മ ഒരു തൊട്ടം വന്ന് നോക്കിണ്ടായിരുന്നു. പൊന്നമ്പിളിയേ, അമ്മിച്ച് പൊന്നേ അഞ്ഞപ്പ. ആക്ച്വലി ഞാൻ എടുത്ത തുണികളൊക്കെ കഴുകി കഴിഞ്ഞു. പിന്നെ ഒരു പുതപ്പ് കഴുകാനുണ്ടായിരുന്നു, അപ്പോൾ കഴുകാൻ പറ്റിയില്ല. കുഴപ്പമില്ല. പിന്നെ ഞാനങ്ങനെ കഴിക്കാനിരുന്നു. മോളെയൊക്കെ കരച്ചിൽ മാറ്റി സെറ്റാക്കിയിട്ട് കഴിക്കാനിരുന്നു. ഇത് അച്ചാറ്, പിന്നെ പയറും മത്തങ്ങയും കൂടെ, ചെറുപയറും മത്തങ്ങയും കൂടെ ഇട്ടൊരു കറി, പിന്നെ നമ്മൾ മോര് കാച്ചിയത് ഒഴിച്ചിട്ടിട്ട് കേട്ടോ, തടിയിലൊക്കെ എടുക്കണേ. അങ്ങനെ ഞാൻ ചോറുണ്ടു. അത് കഴിഞ്ഞിട്ട് ഇത് വന്നിട്ട് നമുക്ക് ടീച്ചർ ഇങ്ങനെ ഓരോ വീഡിയോ സ്കൂളിൽ നിന്ന് എടുത്തിട്ട് അയച്ചു തരുമ്പോൾ പിള്ളേർ പഠിക്കുന്നതൊക്കെ. അപ്പോൾ അതൊന്നും ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ്, കാരണം അവൻ്റെ അടുത്ത് വിഷമിച്ചിട്ടല്ലേ പോയത്. അപ്പോൾ ഇപ്പം കുഴപ്പമൊന്നും ഇല്ലാന്ന് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാം എന്ന് കരുതിയിട്ടാണ് വീഡിയോ ഇട്ടേക്കുന്നത്. പൂരത്തിന് എന്തൊക്കെ ഉണ്ടാവും? അപ്പൊ ആ ചിത്രം എന്തിൻ്റെ? പൂരം അല്ലേ? പിന്നെ ഇങ്ങനെ ചെറിയ ആൾക്ക് ചോറ് കൊടുക്കലും അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഒരു 3:30 ആയപ്പം ഞാൻ ഇറങ്ങിയിട്ടത്തേക്ക് ഇവിടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ മോളെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് അങ്ങനെ നമ്മൾ പോവാണ് മോനെ വിളിക്കാൻ വേണ്ടി. 3:30 അപ്പോൾ ആ നേരത്ത് ഇറങ്ങി. അതേ കണ്ടില്ലേ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിൽ നിന്ന് നേരത്തെ നടന്നാൽ എവിടെയാണ് മെയിൻ റോഡായി. പിന്നെ മെയിൻ റോഡിൽ നിന്ന് കുറച്ചും കൂടെ നടന്നാൽ പിന്നെ ഇവിടെ സ്കൂളായി. ഇപ്പം മോന് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. പിന്നെ കുഴപ്പമൊന്നുമില്ല. നാളെ വരാന്ന്. പിന്നെ നാളെ വരാന്ന് പറഞ്ഞ പിന്നെ കോട്ടയോ? പിന്നെ വീടെത്തുന്നതിന് മുൻപായിട്ട് ആ മെയിൻ റോഡിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്കൊരു കടയുണ്ട്, റോസ്ലി ചേച്ചിയുടെ കട. അവിടുന്ന് ഇപ്പോൾ അവന് കുറച്ച് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ പാപ്പ് മേടിക്കണം അമ്മ എന്നും പറഞ്ഞിട്ട് പിടിയും വലിയായിരുന്നു ഈ കടയിലേക്ക് പോകാൻ. അപ്പോൾ അവനക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നതാണ് കടയിലേക്ക്. പിന്നെ
പൊക്കോളൂ. ആർ യു ഹാപ്പി? പിന്നെ കരഞ്ഞില്ലല്ലോ. ആരുടെ കൂടെ ചോറുണ്ട്? ആ ആരുടെ? വിശ്വാദിത്യ. ഓക്കെ. ചാണ്ടിക്ക് പെൻസില് ഇതാര തന്നേ? എന്തിനാ തന്നേ? നല്ല കുട്ടിയായിട്ട് പഠിക്കാനാ? ആഹാ. പിന്നെ എന്തിട്ടാ കിട്ടിയേ? ബെൽറ്റ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ, അതെന്തി? യൂണിഫോം ബെൽറ്റ്. പിന്നെ അതേ ഒരു 5:30 നേരമൊക്കെ ആയപ്പോൾ ഹസ്ബൻഡ് വന്നു. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ എടുക്കാനായിട്ട് മറന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.